ആരോഗ്യ അത്രയില്ല. ശരിയല്ലേ? ഒരു ട്രാഫിക് റൂളിലോ ഒന്നും എപ്പോഴും എല്ലാവർക്കും കൊണ്ട് കുത്തിച്ചേരി ഇഷ്ടപ്പായിട്ടാണ് വണ്ടി. അത് ഭയങ്കര സ്പീഡ്. ഇത് നമ്മളെ അവിടെയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ കൺട്രോളും ഇല്ല. പിള്ളേർ എങ്ങനെയാ പോകുന്നത്? ഹോസ്റ്റലിലേക്ക് ബസ് അങ്ങോട്ട് അത് അതിന് റേറ്റ് കുറവല്ലേ? ഈ സാധനം കൊണ്ട് ബാംഗ്ലൂർ പുറത്തോട്ട് അറിയിച്ചില്ലേ? നമ്മൾ അതേപോലെ നമ്മൾ ചോദിക്കാൻ പോയിട്ടുള്ള എല്ലാവരും രണ്ടുപേരും പിള്ളേരാ. 8 6 സൈക്കിളിലൊക്കെ പുള്ളിപ്പോയത് വേണോ? ഞാൻ ആദ്യം ഒരു 2 ദിവസം ഞാനിങ്ങനെ ഇതിന് വിട്ട് പുറകെ പോയിട്ട് ഞാൻ പുറകെ പോയിട്ട് 3-4 ദിവസം ഇവന്മാരുടെ പറയാതെ ഞാൻ പുറകെ പോകും. ചെന്ന് ഒരു ദിവസം കൃത്യമായിട്ട് വിളിച്ച് മറ്റേ കെട്ടിയോട്ടോ പോകും. കെട്ടിയോടെ തളുണ്ടറിയാം. അതായത് കാണുമ്പോൾ അറിയാം. എന്താ വെച്ചാൽ ഞങ്ങൾ നോക്കിയായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ഹൈസ്കൂൾ പോലീസ് വന്നിട്ട് നേരെ സ്കൂളിനകത്തോട്ട് വണ്ടി കയറ്റി വിട്ടിട്ട് അവിടെ നിന്ന് പിടിച്ചിറക്കി ഒന്നും പിള്ളേരെ കണ്ടെത്തല് ആ അധ്യാപനത്തിൽ എൻ്റെ വീട്ടിലെല്ലാം പഠിപ്പിച്ചു. എനിക്കറിയാവുന്നതാണ്. വളരെ ഒക്കെ ആയിട്ട് അവളെ നമ്മുടെ അവിടുത്തെ റൂമിൽ പറയുന്ന പെൺപിള്ളേരൊക്കെ വല്ലാതെ കാരണം അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ള അവളെ ഈ അധ്വാനം കൊടുത്ത് ജയിച്ചിരിക്കുക. കാരണം ഇത് എന്താ കാര്യം ഒന്ന് പിള്ളേരെ അടിക്കുന്ന കണക്കാണ് ഇവിടെ സബ്ജക്റ്റ്. ഇത് പഠിച്ചില്ലെങ്കിൽ പിള്ളേർ അടിക്കുകയെന്ന് പറഞ്ഞാൽ ആ അടിക്കുന്ന ദേഷ്യം കാരണം ഈ പെൺപിള്ളേരിൻ്റെയും പെൺപിള്ളേർ ഇപ്പോൾ പീഡിപ്പിച്ചു അല്ലെങ്കിൽ പ്രശ്നം നേരെ ഇല്ല. കാരണം നമ്മുടെ ഈ ജനറേഷൻ്റെ കുഞ്ഞുങ്ങളുടെ മനോഭാവം